വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന CDS നോട്ടിഫിക്കേഷൻ ആർമി, നേവി, എയർഫോഴ്സിലൊക്കെ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ വർഷവും 2 നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട് CDSൻ്റേത്. അപ്പോൾ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സിലൊക്കെ സ്ഥിരജോലിയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഒരു വർഷം 2 വിളിക്കാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 2026 ആണെങ്കിൽ 2026 CDS 1 ഉണ്ടാവും, അതുപോലെ CDS 2 ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ CDS 2 2026 ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇത് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത്, ഇതിൻ്റെ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു SSB ഇൻ്റർവ്യൂ ഉണ്ട്. എന്താണ് SSB ഇൻ്റർവ്യൂ എന്ന് അറിയില്ലെന്നാണെങ്കിൽ നിങ്ങൾ SSB ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി. വളരെ മുമ്പ് ചെയ്ത വീഡിയോ ആണെങ്കിലും ഇപ്പോഴും അതേ പ്രൊസീജിയറിലാണ് കാര്യങ്ങൾ ഏകദേശം നടക്കുന്നത്. അപ്പോൾ ആ വീഡിയോ തന്നെ ധാരാളമായതുകൊണ്ടാണ് മറ്റൊരു വീഡിയോ റീ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അത് പഴയ വീഡിയോ ആണെങ്കിലും ഡീറ്റെയിൽസ് അതിലുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം. നമ്മുടെ മലയാളത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വീഡിയോ ഇപ്പോൾ നിലവിൽ അത് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കമ്പൈൻ ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ 2 2026 എല്ലാ എക്സാമിനേഷനും കൂടി കമ്പൈൻ ചെയ്ത് നടത്തുന്ന ഒരു എക്സാമാണ് CDS എന്ന് പറയുന്നത്. ഇത് ആർമി, നേവി, എയർഫോഴ്സ് എല്ലാം. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ള ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നോട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ, അതായത് അപേക്ഷിക്കേണ്ട ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ ഓഫ് എക്സാമിനേഷൻ 20/5/2026 മുതലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 9/6/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. എക്സാമിനേഷൻ നടത്തുന്നത് 13/9/2026 പരീക്ഷ നടക്കുമെന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ടത് UPSCൻ്റെ വെബ്സൈറ്റ് വഴിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ UPSCൻ്റെ വെബ്സൈറ്റ് ചെയ്യണം, അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ടാകും. അതിലൂടെ കയറി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അപേക്ഷിക്കാം. ഇനി നമുക്ക് വന്നിട്ടുള്ള ഒരു പോസ്റ്റ്, അതിൽ വന്നിട്ടുള്ള വേക്കൻസി തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് ഡെറാഡൂൺ ആണ്, അവിടെ 100 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും 100 വേക്കൻസി ഇൻക്ലൂഡ് 13 വേക്കൻസി റിസർവ് ഫോർ NCC കാൻഡിഡേറ്റ്സിനാണ്. C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ആർമി വിങ്ങിൽ C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 13 വേക്കൻസി അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇന്ത്യൻ നാവൽ അക്കാഡമി ഏഴിമല, നമ്മുടെ കണ്ണൂരുള്ള ഏഴിമല നാവൽ അക്കാഡമി കേരളത്തിലാണ്. അപ്പോൾ അതിലേക്കും കൂടി ഓപ്പർച്യൂണിറ്റി വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് കൂടി ജനറൽ സർവീസ് അതും കാണിക്കുന്നതായിട്ട് 2026 കമ്മീഷനിങ് ഇൻ ജൂലൈ 2027 ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ പോസ്റ്റിംഗ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിലേക്ക് ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള അർത്ഥം. ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെയൊക്കെ യോഗ്യത, ഏതൊക്കെ ഡിഗ്രിയാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ 100 ഒഴിവ് ആർമി വിങ്ങിലേക്ക്, അതുപോലെ നേവിയിലേക്ക് 26 ഒഴിവാണ് പറയുന്നത്. നേവിയുടെ സർട്ടിഫിക്കറ്റ് C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 6 വേക്കൻസി എക്സ്ട്രാ മാറ്റി വെച്ചത് കാണാൻ സാധിക്കും. നാവൽ വിങ്ങിൻ്റെ C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് കേട്ടോ. അതുപോലെ എയർഫോഴ്സ് അക്കാഡമി, അത് ഹൈദരാബാദാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടത്തേക്ക് 32 ഒഴിവുണ്ട്. അതിൽ 3 ഒഴിവുകൾ എയർഫോഴ്സിൻ്റെ C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. പിന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈ, നമ്മുടെ തമിഴ്നാടാണ് വരുന്നത്. ഇത് SSC ആണ്, ഷോർട്ട് സർവീസ് കമ്മീഷൻ മെൻ ആണ് കേട്ടോ. അവിടെ 275 ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈ, തമിഴ്നാട് തന്നെ, നമ്മുടെ SSC വുമൺ, ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ വുമൻ്റെ തമിഴ്നാട്ടിലുള്ള ഇത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 18 ഒഴിവുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 451 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പരീക്ഷാ കേന്ദ്രങ്ങൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെയാണ് പരീക്ഷാ കേന്ദ്രം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാവുന്നതാണ്. കേരളത്തിൽ സാധാരണയായി 3 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കൊച്ചി, എറണാകുളത്ത് വെച്ചിട്ട് പരീക്ഷ നടക്കുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരം, നമ്മുടെ ട്രിവാൻഡ്രം വെച്ചിട്ട് പരീക്ഷ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോഴിക്കോട്, കാലിക്കറ്റ് വെച്ചിട്ടും പരീക്ഷ നടക്കുന്നുണ്ട്. ഈ 3 സ്ഥലത്താണ് നമ്മുടെ പരീക്ഷാ കേന്ദ്രങ്ങളുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി എലിജിബിലിറ്റി കണ്ടീഷൻസ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാവുന്നതാണ്. ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ സബ്ജക്റ്റ് നേപ്പാളുള്ളവർക്ക് അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അവർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ വീഡിയോ കാണുന്നവർ അധികം പേരും ഇന്ത്യൻ സിറ്റിസൺസ് തന്നെ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ മെരിറ്റൽ സ്റ്റാറ്റസ് നോക്കാം. IMA ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് 19 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. 1 ജൂലൈ 2003 അതുപോലെ തന്നെ 1 ജൂലൈ 2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇന്ത്യൻ നമ്മുടെ നേവൽ അക്കാഡമിയിലേക്ക് 19 to 24 വയസ്സ് വരെ തന്നെയാണ്. അതേ ഡേറ്റ് തന്നെ, നേരത്തെ പറഞ്ഞ അതേ ഡേറ്റ് തന്നെ, ആ ഒരു ഡേറ്റിലും അതിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇനി എയർഫോഴ്സ് അക്കാഡമിയാണ്, അതിൽ 20 to 24 വയസ്സ് വരെ തന്നെയുള്ളവർക്ക് അപേക്ഷിക്കാം. നേരത്തെ പറഞ്ഞ ഏകദേശം സിമിലർ ഏജ് തന്നെ, 1 ജൂലൈ 2003 അതുപോലെ 1 ജൂലൈ 2007 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. പിന്നെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് 1 ജൂലൈ 2001 അതുപോലെ 1 ജൂലൈ 2007 ഈ ഡേറ്റിലും
ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയാണ് SSC, അതിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വരുന്നത്. 19 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം കേട്ടോ. അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. അതിന് 1 ജൂലൈ 2002 അതുപോലെ 1 ജൂലൈ 2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഗേൾസിനാണെങ്കിൽ അത് തന്നെയാണ് ഏജ്. 1 ജൂലൈ 2002 1 ജൂലൈ 2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഓഫീസർ എൻട്രിയിലേക്ക്, അതായത് ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്ക്, നമ്മുടെ OTA അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. മൊത്തം ഈ സ്ട്രീമുകളിലേക്കാണ്, അതായത് നമ്മുടെ IMA, INA, അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമി, പിന്നെ OTA ഓഫീസർ ട്രെയിനിങ് അക്കാഡമി, ഇതിലേക്കെല്ലാമാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. 19 to 25 വയസ്സ് വരെയൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാൻ വരുന്ന ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കാം. IMA, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കാൻ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി കേട്ടോ. ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി ഇന്ത്യൻ നാവൽ അക്കാഡമിയിലേക്കാണെങ്കിൽ ഒരു ഡിഗ്രി വേണം. ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ BSc വിത്ത് ഫിസിക്സ് ആസ് എ കോർ ഓർ എലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഇൻ +2 ലെവൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കാൻ ഡിഗ്രി മതി, ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി. വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് അറ്റ് +2 ലെവൽ ഉണ്ടായിരിക്കണം. ഓർ ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയർ BA ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഗ്രാജുവേറ്റ് വിത്ത് ഫസ്റ്റ് ചോയ്സ് ആസ് എ ആർമി, നേവി, എയർഫോഴ്സ് ആർ സബ്ജക്റ്റ് ടു പ്രൂഫ് ഓഫ് ഗ്രാജുവേഷൻ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ ഡിഗ്രി ഉണ്ടായിട്ടുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, ഈ SSB ഇൻ്റർവ്യൂ ടൈമിൽ നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന് തത്തുല്യമായിട്ടുള്ള നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന മറ്റെന്തെങ്കിലും രേഖ കാണിച്ചാലും മതി SSB ഇൻ്റർവ്യൂയിലേക്ക്. അതായത് ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവർ കാൻഡിഡേറ്റ് ഹു ആർ സ്റ്റഡിയിങ് ഇൻ ദി ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റർ ഡിഗ്രി കോഴ്സിലൊക്കെ പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത വർഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഇൻ്റർവ്യൂ ഒക്കെ വരുന്നത് ആ ഒരു സമയത്തേക്കാണ്. അപ്പോഴേക്ക് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഡിഗ്രി ജയിച്ചെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഡിഗ്രീൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയർ പാസ്സായെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫ്, ഇനി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു അപ്രൂവൽ നമ്മൾ പാസ്സായിട്ടുണ്ടെന്നുള്ള ഏതെങ്കിലും ഒരു സംഭവം വാങ്ങി കാണിച്ചാൽ മതി, പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം, ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫീസ് ഉണ്ട്. ഫീസ് 200 രൂപയാണ് വരുന്നത്. ഫീമെയിൽ SC ST ഒന്നും ഫീസ് അടക്കണ്ട എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതകൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ മോഡ് എന്ന് പറയുന്നത് എൻ്റയർലി മാറ്റമുണ്ട്. അതായത് നമ്മുടെ OTA-ക്കും ബാക്കിയുള്ളതിനും ജസ്റ്റ് ചെറിയൊരു മാറ്റമുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, നേവി, എയർഫോഴ്സിനൊക്കെ 3 പേപ്പറാണുള്ളത്. ഇംഗ്ലീഷ്, ജനറൽ നോളജ്, മാത്സ്, ഈ 3 ഉണ്ട്. നേരെ മറിച്ച് ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് ഇംഗ്ലീഷും ജനറൽ നോളജും മാത്രമേ ഉള്ളൂ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് OTA എന്ന് പറയുന്ന പോസ്റ്റ്. അതിൽ അത്രയേ വരുന്നുള്ളൂ. പിന്നെ ഇതിന് ജനറൽ നോളജ് UPSC ലെവലാണ്. അപ്പോൾ UPSC ലെവലിലെ ജനറൽ നോളജ് ആവശ്യമാണെങ്കിൽ നമ്മുടെ ടീമിന് മെസ്സേജ് അയച്ചാൽ മതി. അവിടെ നമ്മൾ 2000 ചോദ്യങ്ങൾ, GKൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ ആവശ്യമാണെങ്കിൽ 1000 GK ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. യൂസ്ഫുൾ ആകും. GK ആണ്, ജനറൽ നോളജ് ആണ്. അത് കണക്ട് ചെയ്ത് പഠിക്കണം. മാക്സിമം ജനറൽ നോളജ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ UPSC പോലുള്ള പരീക്ഷയിൽ നമ്മൾ ചെയ്യേണ്ടത്. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ എടുക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക. ഇതൊക്കെയാണ് UPSC പരീക്ഷയിൽ പ്രാധാന്യത അർഹിക്കുന്നത്. നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്യുക എന്നുള്ളത് നല്ല രീതിയിൽ UPSC പരീക്ഷയിൽ നമ്മളെ സഹായിക്കുന്നത് തന്നെയാണ്. കാരണം നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ട്, അത് കണക്ട് ചെയ്തിട്ട് മറ്റേത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. കാരണം UPSC പരീക്ഷകളിൽ നമ്മൾ കാണുന്ന എല്ലാ ചോദ്യത്തിനും നമുക്ക് ഉത്തരം അറിയണമെന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ പഠിച്ചത് വെച്ച് നമുക്കത് ഒരു ഇതിലേക്ക് എത്തിച്ചേരാൻ, ഒരു അസംഷനിലേക്ക് എത്തിച്ചേരാനും ആൻസറിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് എല്ലാം താഴെ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട. താങ്ക് യു.